ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എനിക്കൊരു ഹാപ്പി ന്യൂസാണ് കേട്ടോ പറയാനുള്ളത്. അതെ, നമ്മൾ അപ്പൂനെ ഇതുവരെ ആർക്കും പരിചയപ്പെടുത്തി തന്നിട്ടില്ല. അതെ, അപ്പൂൻ്റെ 3 കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഇന്നലെ നൈറ്റ് ആയിരുന്നു സംഭവം, ആരും അറിഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ സെറ്റാക്കിയിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെ, 3 പേരുണ്ട്. ഇപ്പോഴാണ് അമ്മക്കുട്ടി പുറത്തോട്ട് പോയത് കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും അവരെ സേഫ് ആക്കിയിട്ടുണ്ട്. അതിനകത്തുള്ള സാധനങ്ങളൊക്കെ പറക്കി മാറ്റി അവൾ വന്ന സീനാവുമായിരിക്കും. അപ്പോൾ നമുക്കിതിനെ സ്റ്റെയറിൻ്റെ അടിയിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ സേഫായിട്ടിരിക്കും. ഇല്ലെങ്കിൽ ഇതിൻ്റെ അച്ഛൻ പൂച്ച ഇതിന് തിന്നോളാം കേട്ടോ. എന്താ, അങ്ങോട്ടിരിക്കട്ടെ. സ്റ്റെയറിൻ്റെ അടിയിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അടിയിലോട്ടും ഇങ്ങനത്തൊക്കെ മാറ്റിയിട്ടാണ് ഇതിപ്പോൾ സെറ്റാക്കുന്നത്. അപ്പോൾ അവരിവിടെ കംഫർട്ടബിളായിട്ട് ഇരുന്നോട്ടെ. അപ്പോൾ ഇനി നമുക്ക് അടുക്കളയിലേക്ക് നീങ്ങാം കേട്ടോ. ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് നോക്കാം. ഉമ്മ അവരുടെ ജോലിയിലൊക്കെയാണ്. ഉച്ചയായിട്ടോ. അപ്പോൾ അതേ അടുപ്പിൽ അവിയലിന് വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെയാണ്. ഇവിടെ കുറച്ച് പച്ചക്കറികളൊക്കെ. പുറത്തൊരു ബഹളം കേൾക്കുന്നുണ്ട്, പോയി നോക്കാം. അപ്പുറത്തെ വീട്ടിലെ 2 തൊട്ടിയായിട്ട് ഐതൂട്ടി വരുന്നുണ്ട് കേട്ടോ. അവരറിഞ്ഞിട്ടുണ്ടോ എന്തോ. ഇങ്ങോട്ട് നോക്കിയാണ്, ഇങ്ങോട്ട് നോക്ക്. എവിടെ പോണ്? അതവിടെ കഴിഞ്ഞു കേട്ടോ. ഇനി വീണ്ടും അടുക്കളയിലേക്ക്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചക്കവാറ്റലാണ്. കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതിനെ വറുത്തെടുത്തു. ഇന്ന് പള്ളിയിൽ ഉസ്താദിന് നോമ്പ് വീടാനായിട്ട് ഫുഡ് കൊടുക്കുന്നത് നമ്മുടെ വീട്ടിൽ നിന്നാണ് കേട്ടോ. അതിന് നമ്മൾ അപ്പവും മീൻകറിയാണ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, മീൻകറി എന്താ കോമ്പിനേഷൻ എന്ന് വെച്ചാൽ ചിലർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. എല്ലാ വീട്ടിൽ നിന്നും നോമ്പായതിന് ശേഷം ഇറച്ചിയും മുട്ടയൊക്കെ കഴിച്ച് ഉസ്താദ് ആകെ മടുത്തിരിക്കുകയായിരുന്നു. അങ്ങനെ വാപ്പച്ചി പോയി ചോദിച്ചു ഉസ്താദിന് എന്താ വേണ്ടതെന്ന്. അപ്പോൾ ഉസ്താദ് പറഞ്ഞൊരു സജഷനാണ് കേട്ടോ, അപ്പവും മീൻകറിയും മതി എന്നുള്ളത്. അപ്പോൾ അത് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് ഷമാം ഷെയ്ക്കാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോണത്. ഇന്ന് പാത്തൂട്ടിക്ക് നോമ്പുണ്ട്. പാത്തു, നോമ്പ് എങ്ങനെയുണ്ട് പാത്തു? മുഖം കണ്ട അറിയാം കുഴപ്പമില്ലെന്ന്. ഇന്നലെ നാത്തൂനും മക്കളും എല്ലാവരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഫുള്ള് കളിയും ബഹളമൊക്കെ ആയിരുന്നു. ഒരു 10-11 മണിയായപ്പോഴേക്കും പാത്തു തളർന്നു. അപ്പോഴേ വന്നിങ്ങനെ പറയാം, എനിക്ക് വിശക്കുന്നുണ്ട്, വെള്ളം വേണം എന്നൊക്കെ. നമ്മൾ ഓരോന്ന് പറഞ്ഞ് അവളുടെ ശ്രദ്ധ തിരിച്ചിട്ട് ഒരു 6 മണി വരെയൊക്കെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എത്ര ടൈം കൂടി അവൾ വെയിറ്റ് ചെയ്യുമെന്ന് അറിയില്ല. അതിനിടയിൽ കൂടി ഐതൂട്ടി വന്ന് ഓരോ നേരത്ത് തിന്നുകയും കുടിക്കുകയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ അവൾക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ അത് ഐദൂസ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഐദൂസാണ് ഈ വീട്ടിൽ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ ഏറ്റവും ആദ്യം നോമ്പ് മുറിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്താണ് ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോഴാണ് ഉസ്താദിന് ഫുഡ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പള്ളിയിൽ നിന്ന് ആൾ വന്നത് കേട്ടോ. പിന്നെ ഉസ്താദിൻ്റെ ഫുഡൊക്കെ റെഡിയാക്കി അവരുടെ കയ്യിൽ കൊടുത്തയച്ചു. അതിനുശേഷമാണ് പിന്നെ നമ്മൾ ഇതൊക്കെ റെഡിയാക്കി വെക്കുന്നത് നമുക്ക് കഴിക്കാനുള്ളത്. ഇതൊരു അരമണിക്കൂർ മുമ്പ് നടക്കുന്ന പ്രോസസ്സാണ് കേട്ടോ. പാത്തുവിന് നോമ്പുള്ളത് കൊണ്ട് അവൾക്ക് നോമ്പ് മുറിച്ചില്ലെങ്കിലും ഇത് എപ്പോഴേ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം. അപ്പോഴേ നമ്മൾ 5 മിനിറ്റ് 2 മിനിറ്റ് 1 മിനിറ്റ് അര മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവളെ 6:30 മണി വരെ എത്തിക്കാനുള്ള ഒരു തത്രപ്പാടിലൊക്കെയാണ്. അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കാൻ വേണ്ടി നമുക്കിന്ന് ഷമാൻ ഷേക്ക് ഉണ്ട്, തണ്ണിമത്തൻ ജ്യൂസുണ്ട്. പിന്നെ ഇത് പാത്തൂന് മാത്രം കുറച്ച് ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിരിക്കുന്ന കേട്ടോ. നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് എടുത്തില്ല. പിന്നെ അത് എന്താണ് ഈ ഒരു ഇതിൻ്റെ പേര് ചക്ക വറ്റൽ, പിന്നെ നമ്മുടെ പച്ചവെള്ളം. ഇതാണ് നമ്മുടെ നോമ്പ് തുറക്കുന്ന വിഭവങ്ങൾ. പാത്തൂൻ്റെ ഒരു മുഖം നോമ്പ് വിളിച്ചാകെ ക്ഷീണിച്ചിരിക്കുകയാണ് പാത്തൂ. അക്കുന് നോമ്പുണ്ടാ? എത്ര നോമ്പുണ്ട്? നല്ല നോമ്പ്. എത്ര നോമ്പുണ്ട്? എടാ എത്ര നോമ്പുണ്ട്? എടാ നോമ്പ് അങ്ങനാ. എത്ര നോമ്പുണ്ട്? അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ബൈ ബൈ.